ബി.ജെ.പിയിൽ നിന്ന് മര്യാദയോ നീതിയോ ലഭിച്ചില്ല. കെ.പി. മധു കോൺഗ്രസിൽ. ബി.ജെ.പി വയനാട് മുൻ ജില്ലാ അധ്യക്ഷൻ കെ.പി. മധു കോൺഗ്രസിൽ. വയനാട് ഡി.സി.സി ഓഫീസിലെത്തിയ മധുവിന് ഡി.സി.സി പ്രസിഡന്റ് എൻ.ഡി. അപ്പച്ചൻ അംഗത്വ രശീത് കൈമാറി. കെ.പി.സി.സി വർക്കിംഗ് പ്രസിഡന്റ് ടി. സിദ്ദിഖ് എം.എൽ.എ, ഐ.സി. ബാലകൃഷ്ണൻ എം.എൽ.എ, സണ്ണി ജോസഫ് എം.എൽ.എ, മുൻ മന്ത്രി പി.കെ. ജയലക്ഷ്മി എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു അംഗത്വം ഏറ്റുവാങ്ങിയത്. ഒരു ദിവസം കൊണ്ടെടുത്ത തീരുമാനത്തിലല്ല കോൺഗ്രസിൽ ചേർന്നതെന്നും കുറച്ചു നാളുകളായി ഇത് സംബന്ധിച്ച് ആലോചനയിലായിരുന്നുവെന്നും പാർട്ടി അംഗത്വം സ്വീകരിച്ച ശേഷം കെ.പി. മധു പ്രതികരിച്ചു. കോൺഗ്രസ് ദേശീയ പാർട്ടി ആയതുകൊണ്ടും ദേശീയതയ്ക്കൊപ്പം നിൽക്കാൻ തീരുമാനിച്ചതുകൊണ്ടുമാണ് കോൺഗ്രസിൽ ചേർന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ബി.ജെ.പിയിൽ നിന്ന് മര്യാദയോ നീതിയോ ലഭിച്ചില്ലെന്നും കോൺഗ്രസിൽ ചേരാനുള്ള തീരുമാനമെടുത്തത് ദീർഘമായ ആലോചനകൾക്ക് ശേഷമെന്നും മധു പ്രതികരിച്ചു. വയനാട്ടിൽ വന്യജീവി ആക്രമണ സമരത്തിനിടെ ക്രിസ്ത്യൻ പുരോഹിതർക്കെതിരെ നടത്തിയ പരാമർശത്തെ തുടർന്നാണ് മധുവിനെ ജില്ലാ പ്രസിഡന്റ് സ്ഥാനത്തു നിന്നും ബി.ജെ.പി മാറ്റിയത്. നവംബർ 26-നാണ് കെ.പി. മധു ബി.ജെ.പി വിടുന്നത്. നേതൃത്വവുമായുള്ള ഭിന്നതയെ തുടർന്നാണ് രാജി. ബി.ജെ.പിയിൽ തമ്മിലടിയും ഗ്രൂപ്പിസവുമാണെന്ന് മധു ആരോപിക്കുന്നു. തൃശൂരിൽ ബി.ജെ.പി ജയിച്ചത് സെലിബ്രിറ്റി സ്ഥാനാർത്ഥിയായതുകൊണ്ടാണെന്നും എല്ലാ പഞ്ചായത്തിലും സെലിബ്രിറ്റികൾക്ക് മത്സരിക്കാനാവില്ലെന്നും മധു അന്ന് പറഞ്ഞിരുന്നു. കഴിഞ്ഞ അരനൂറ്റാണ്ടായി കേരളത്തിൽ പ്രവർത്തിക്കുന്ന ബി.ജെ.പിക്ക് ഒരു മാറ്റവും ഉണ്ടാക്കാനായില്ലെന്നും അദ്ദേഹം വിമർശിച്ചു.